നിയമസഭയിലേക്ക് ഇനിയും പോകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇലക്ഷൻ ഇന്ന് വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിൽക്കുന്ന സാഹചര്യം ഇനി BJP ആണ് തീരുമാനിക്കുന്നത് എപ്പോഴും പറയുന്നുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി BJPക്ക് എത്ര സീറ്റ് കിട്ടി, PC ജോർജ് അതിൻ്റെ ഉള്ളിലേക്ക് മറ്റുള്ളവരെ ഒപ്പം ഇരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു? BJP അതൊക്കെ ഒരു ആ ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല. BJP ഇനി വരാൻ പോകുന്ന ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ 26-ലാണ്. 26-ല് ഒരു നിയമസഭ ഇലക്ഷൻ വന്നാൽ പാർട്ടി തീരുമാനിക്കുന്ന അസംബ്ലിയിൽ നിൽക്കണമെന്ന് ഞാൻ നിൽക്കും. സംശയം എന്താ? ആ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പിന്നെ എഴുതിയിട്ട് ഒരു സംശയമില്ലാതെ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസും ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിയുമ്പം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നാവും. അതിൻ്റെ സജീവ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം രാജിവെച്ച് BJP പോരും. കോൺഗ്രസിൻ്റെ ആത്മാർത്ഥമുള്ള പ്രവർത്തകരെല്ലാം രാജിവെച്ച് BJP പോരും. റവടികളും കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും കൈക്കൂലിക്കാരുമായിട്ടുള്ള CPMൻ്റെയും കോൺഗ്രസിൻ്റെ ആളുകൾ ഒന്നായിട്ട് കോൺഗ്രസ് CPM സഖ്യം ഇവിടെ മത്സരിക്കും. അതിനെതിരായിട്ട് മാന്യന്മാരെ നിലനിർത്തിക്കൊണ്ട് അവരുടെ നേതൃത്വത്തിൽ BJPയുടെ നേതൃത്വത്തിൽ ഒരു ഇലക്ഷൻ ഉണ്ടാവും. ആ ഇലക്ഷൻ റിസൾട്ട് എന്താവുമെന്ന് ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ ആ ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരെലക്ഷൻ വരുന്നത് 29-ലായിരിക്കും. 29 ഓൾ ഇന്ത്യ ബേസിൽ ഒരെലക്ഷൻ ആക്കാനാണ് നോക്കുന്നത്. അങ്ങനെ വന്നാൽ ആ അടുത്ത ഇലക്ഷൻ വരുന്നത് 3 കൊല്ലത്തേക്ക് മാത്രം, അല്ല 2.5 കൊല്ലം. അത് കഴിഞ്ഞ് വരുന്ന ഇലക്ഷൻ ഒരു സംശയമുണ്ട്, BJP പാർട്ടി കേരളം ഭരിക്കും. അത്ഭുതം വല്ലതും സംഭവിക്കണ്ടേ? അത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നത്, ഒരു സംശയം വേണ്ട. ആഗ്രഹം കൊള്ളാം, ആഗ്രഹിക്കണം. ബോധമുള്ളവരെല്ലാം ആഗ്രഹിക്കും, പേടിക്കണ്ട, തന്നെ ആഗ്രഹിക്കും. 5 ലോക്സഭാ സീറ്റ് വിജയിക്കുന്ന പറഞ്ഞു PC ജോർജ്. ഞാൻ പറഞ്ഞിരിക്കുന്നു, കാണിക്കാൻ 5 ബാക്കിയൊന്നും കിട്ടില്ല, 5 കിട്ടും. അതാ അലിയെ പോലെ പത്രക്കാരോടുണ്ട് 5 കൂടുതൽ എന്നാണ് പറഞ്ഞത്. 5 കൂടുതൽ വരാനാണ് സാധ്യത. അല്ല, പറഞ്ഞത് 5 ലോക്സഭാ സീറ്റ്, 5 സീറ്റെങ്കിലും ജയിച്ചിരിക്കും എന്ന് പറഞ്ഞു. 5 കൂടാൻ പാടില്ലെന്നോടൊന്നും പറയട്ടില്ല. ഈ 5 മുന്നം വെച്ച് പറയാൻ ഏതാ തോന്നുന്നു? അത് പറയാൻ അത് പറയുന്നത് ശരിയില്ല. PC ജോർജ് പത്തനംതിട്ട ജയിക്കുമെന്ന് പറയുന്നു. അത് പത്തനംതിട്ട ഇരുന്നോട്ടെ, ബാക്കിയുണ്ടെന്ന്. തൃശ്ശൂർ ജയിക്കുമോ? ജയിക്കും, അതിന് 5 ഇരിക്കുന്നു. കാസർഗോഡ് ജയിക്കുമോ? ഞാൻ എന്നോട് ചോദിക്കണ്ട. നീ 3 ഞാൻ ഇപ്പൊ ചോദിച്ചു, 3 ജയിക്കുമെന്ന് പറയും. 2 ഞാൻ കാസർഗോഡ് ജയിക്കുമെന്ന് തോക്കൊന്നും പറഞ്ഞില്ല. തിരുവനന്തപുരം ജയിക്കുമെന്ന് തോക്കൊന്നും പറഞ്ഞില്ല. ജയിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞത് തൃശ്ശൂരും പത്തനംതിട്ടയാണ്. അല്ലല്ല, ഞാനൊന്നും പറയുന്നില്ല. അല്ല, തൃശ്ശൂർ ഉറപ്പെന്ന് പറഞ്ഞു. ഉറപ്പാണ്, പത്തനംതിട്ട ഉറപ്പാണെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഏതാണ് ബാക്കി 3 എന്ന് പറയാൻ ഞാനില്ല. കാരണം എന്താ വെച്ചാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തോക്കുന്നില്ല. വിനോദം, അത് ശരിയാണ്. 2 ഓക്കെ അല്ലേ? പത്തനംതിട്ടയും തൃശ്ശൂരും ഒക്കെ അത് ഉറപ്പാണ് അല്ലേ? അത് ഉറപ്പിച്ച സീറ്റാ. 3 പറഞ്ഞാൽ ബാക്കി തോക്കുന്നുള്ളതുകൊണ്ട് പറയുന്നില്ല. തോക്കുന്നുള്ള പ്രചരണം വരുന്നുള്ളതുകൊണ്ട് പറയണം. ചിലപ്പോൾ അത് കൂടുതൽ വരാം, അതുകൊണ്ടാണ് പറഞ്ഞത്. 7 വരെ വരാൻ സാധ്യതയുണ്ട്. 7 വരെ വരാം. അല്ല, കേരളത്തിൽ നിന്ന് ഒരു BJP നേതാക്കന്മാരോടും പറയാതെയാണ് അവിടെ പോയെന്ന് പറയുന്നത്. അല്ലെന്ന് ഈ പാർട്ടി ലയിക്കാൻ പോകാന്നുള്ള കാര്യം ലോകത്താരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഡൽഹി ചെന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് തീരുമാനിക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ പാർട്ടിയുടെ കമ്മിറ്റിയുടെ കൺസൾട്ട് എനിക്ക് തന്നിരുന്നു, ഇഷ്ടമുള്ള ചെയ്തോളാം. ലയിക്കണം എന്നാണ് 90% പേര് പറഞ്ഞ അഭിപ്രായം. 5% ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവിടെ അവിടെ ചെന്ന് സംസാരിച്ചിട്ടാണ് ചെയ്തത്. ഇവിടെ എല്ലാവരെയും വിളിച്ച് സംസാരിച്ചു ഫോണിൽ. അത് കഴിഞ്ഞല്ല പറയുന്നത്. അപ്പൊ ഇവിടുത്തെ BJPക്ക് ദീർഘകാലം നിന്നവര് പാർട്ടി നേതാക്കളുണ്ട്. അവിടെ പെട്ടെന്ന് PC ജോർജ് അവിടെ എത്തുന്നു, ഇവര് പോലും അറിയാതെ എത്തുന്നു. ഇവർക്കും അതിന്റെ ഒരു ബുദ്ധിമുട്ട്. PC ജോർജ് അവരുടെ ബുദ്ധിമുട്ട്. അവരെ സഹായം ചെയ്യാൻ വേണ്ടി ഒരുത്തൻ വരുമ്പം എനിക്ക് സഹായം വേണ്ടെന്ന് അവർ പറയും. ഈ പറയുന്നത് അതൊക്കെ തോന്നൽ. ഒരു BJPയുടെ പ്രവർത്തകർ പോലും എന്നോട് പണക്കമില്ലെന്ന് മാത്രമല്ല, മുഴുവൻ നേതാക്കന്മാരും നല്ല സൗഹൃദത്തിലും ബന്ധത്തിലും. ഞാനെന്തിനാണ് അവരെ ചെറുതാക്കുന്നത്? അവരെല്ലാം എത്ര കൊല്ലമായിട്ട് BJPക്കും RSനും വേണ്ടി പ്രവർത്തിക്കുന്നത്. അവരെ മോശമാക്കേണ്ട കാര്യം എനിക്കെന്താ? അവരവരുടെ കാര്യം നോക്കി പോട്ടെ. ഞാൻ അവരെ ഒരു സഹായി ആയിരിക്കും, ഒരു സംശയം വേണ്ട. അല്ല, 2 ദിശയിൽ പോകാൻ പറ്റില്ലല്ലോ. ഞാൻ അവരുടെ സഹായി ആയിരിക്കും. പ്രശ്നം തീർന്നില്ലേ? സുരേന്ദ്രനാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. എന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നില്ലേ? ആ ജോലി അദ്ദേഹം തുടരട്ടെ. പാർട്ടിക്കുള്ളിൽ ഒരു ഭിന്നത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ BJPക്കുള്ളിൽ എനിക്കറിയാത്ത മാറിയെന്ന് വീക്ഷിച്ച ഒരു വ്യക്തിയല്ലേ PC ജോർജ്. ഞാൻ ഇതുവരെയും 2 അഭിപ്രായം കേട്ടിട്ടില്ല. പല അഭിപ്രായം അവരുടെ പാർട്ടി കമ്മിറ്റിക്കകത്തോണ്ട് ഇതുവരെ എൻ്റെ ദൃഷ്ടിപ്പെട്ടിട്ടില്ല. എനിക്കറിയത്തില്ല. മിടുക്കനാണോ PC? ഞാൻ മിടുക്കനാണെന്ന് ഇപ്പോഴാണോ അറിയുന്നത്? അത് കൊള്ളാമല്ലോ. എന്ത് പറഞ്ഞാൽ എന്ത് ചോദിച്ചാലും ഒന്നും തൊടാതെ പറയാനും പഠിച്ചു, അല്ലെങ്കിൽ മുഖത്ത് നോക്കി പറയാനും പഠിച്ച ആളാണ് PC എന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇതെല്ലാം മാറിയെന്ന് വീക്ഷിച്ച ഒരു വ്യക്തിയാണ്. എന്നിട്ടും PC ഇപ്പോൾ BJPയിലേക്ക് ചേക്കേറിയപ്പോൾ ഒന്നും പറയാതെ ഒഴിഞ്ഞു പോകുന്നത്. പക്ഷെ PC പറയും. ഞാൻ പറയുമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും പറയേണ്ടതല്ലാതെ പറയില്ല.
പറയേണ്ടത് പറയും. ഈ പാർട്ടിയുടെ ഒരു സഹയാത്രികനായിട്ട് നിന്ന് എൻ്റെ കൂടെ നിന്ന് മറ്റുള്ളവരെ പറയുന്നത് കേട്ട് നിൽക്കാനാണ് PC ഇപ്പോൾ വന്നിരിക്കുന്നത് BJP-യിൽ. അതായത് അവർ ഒരു ഒരു ഇപ്പം ഞാൻ ഈ അവിടെ തറനാട്ടിൽ നിന്നു ആ. അവിടെയുള്ള പാർട്ടി കമ്മിറ്റി എല്ലാവരും കുറിച്ച് ഇന്നത് ചെയ്യണമെന്ന് ഞാൻ കൊടുത്ത് നിൽക്കുക, അതല്ല അതിന് മതി, അതല്ല അവരെ പേടിപ്പിക്കേണ്ട കാര്യമില്ല എനിക്കുണ്ടോ. ഉം. പിന്നെ അവർ ഒരു കാര്യം പറഞ്ഞാൽ തെറ്റാണ്, ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം, മക്കളെ അതല്ലേ ശരി, ഇതല്ലേ. അപ്പോൾ അവരെ കൂടെ അനുവാദത്തോടെ ശരിയേ ചെയ്യുള്ളൂ, ഒരു സംശയം വേണ്ട. ഒരു മാറ്റമില്ല. KC വേണുഗോപാലിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? റിസർവ് ചെയ്യാണ്. ഞാൻ വേണുഗോപാലിനെ പറ്റി ഞാൻ ഇപ്പോൾ ഒത്തിരി നാളായി സംസാരിച്ച്, ഫോണിൽ പോലും മിണ്ടാറില്ല. പക്ഷേ എൻ്റെ അടുത്ത ഇഷ്ടക്കാരനാണ്. അതുകൊണ്ട് ഒരു 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 എല്ലാം തികഞ്ഞവനൊന്നുമല്ല, പക്ഷെ നല്ല സ്നേഹമുള്ളവന്. അതെ, ആത്മാർത്ഥമായിട്ട് പറഞ്ഞല്ലേ? ആത്മാർത്ഥമായിട്ട് അത് കള്ളം പറയുന്നത് ഇടപാടില്ലല്ലോ. നല്ല സ്നേഹമുള്ള ആളാണ് അതെ, KC വേണുഗോപാൽ. അതെ അല്ലേ? ഒരു മാറ്റവും PC-ക്ക്. അതെന്തിനാ മാറുന്നത്? PC-യുടെ മനസ്സ് ഭയങ്കരമാണ് കേട്ടോ. അതിന് മനസ്സിലിട്ടൊന്നും പെരുമാറില്ല എന്ന് തോന്നുന്നു. ഞാൻ ആരോട് ശത്രുതയില്ല. എന്നെ അയാൾ ഉദ്ധരിച്ചിട്ടില്ല, ഞാൻ എന്തിനാ അയാളെ ഉദ്ധരിക്കുന്നത്? ഒരു ശല്യവും എനിക്ക് വ്യക്തിപരമായിട്ട് ചെയ്തിട്ടില്ല. കാര്യം തോക്കിപ്പോഴും ഉണ്ടോ? തോക്ക് എപ്പോഴും ഉണ്ട്, കാര്യം എപ്പോഴും കൊണ്ടു നടക്കാറുണ്ട് ഉണ്ട് അല്ലേ? അതുകൊണ്ട് കൊണ്ടു നടക്കണം. പിന്നെ ഇടയ്ക്ക് ഇത്ര 5-8 ലക്ഷം രൂപ കൊടുത്ത് തോക്കും പഠിച്ചു കിടക്കുക, ലൈസൻസ് എടുത്ത് ഉടൻ്റെ ലൈസൻസ് ഉള്ള തോക്കും കൂടി ഞാൻ എന്തിനാ വീട്ടിൽ വെക്കാനാണ് അത് മേടിക്കേണ്ട കാര്യം ഇട്ടു എനിക്ക്. അതെൻ്റെ സെൽഫ് പ്രൊട്ടക്ഷൻ, അത് വേണ്ടി കാണും. പാർട്ടി മാറുക എന്ന് പറഞ്ഞപ്പോൾ വൈഫ് എന്ത് പറഞ്ഞു? വൈഫ് ഭയങ്കര സന്തോഷമായിരുന്നു. ഓ, അവളെ ഫോട്ടോയ്ക്ക് വന്ന് ഓടി വന്ന് എൻ്റെ കൊടുത്ത് നിന്നല്ലോ അവള് വീട്ടിൽ വെച്ച്. ഞാൻ അവൾ വരികയെന്ന് ഓർത്തു, അവൾ കൂളായിട്ട് വന്ന് എൻ്റെ കൊടുത്ത് നിന്നു. അത് ഭയങ്കര സന്തോഷമാണ്. ഇതെല്ലാം കൂടി ആലോചിച്ച് തന്നെയാണ് ചെയ്തത്. അത് ഞാൻ അവളോട് സംസാരിക്കാറുണ്ട്. അവൾ 100% എനിക്ക് അനുകൂല അഭിപ്രായം പറഞ്ഞു. അല്ല, വൈഫ് അന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു പ്രാക്കിയത് വൈഫിന് അല്ല, വൈഫിന് പിന്നീട് കുറ്റബോധം തോന്നിയിരുന്നു. ഇല്ല, അത് ഏറ്റവും നമ്മളിപ്പോഴും പറയുന്നുണ്ട്. പ്രാക്ക് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഇപ്പം പിണറായി മകളും എല്ലാം കൂടെ ജയിലിലോട്ട് പോകുമ്പോൾ ആ പ്രാക്കിൻ്റെ അന്ത്യമാകാനേ അത് കാണാം, സംശയം വേണ്ട. അങ്ങനത്തെ പ്രാക്കൊക്കെ പ്രാകണമല്ലോ. ഒരു തെറ്റും ചെയ്യാത്ത സ്വന്തം ഭർത്താവിനെ ചുമ്മാ പോലീസിനിട്ട് ഹരാസ് ചെയ്യുന്ന കാണുമ്പോൾ ഏത് ഭാര്യയും മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഇത് കൂടുതൽ പറയും. അതാ വിളിച്ച് പറഞ്ഞിട്ടുള്ളൂ, ഒരു കുഴപ്പമില്ല. മുസ്ലിം ലീഗ് എവിടെ നിൽക്കും? മുസ്ലിം ലീഗ് എവിടെ നിൽക്കും എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യമാണ്. കാരണം പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ, പോപ്പുലർ ഫ്രണ്ട് SDP ഉൾപ്പെടെ പിണറായിയുടെ കൊടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ തീർക്കുക എന്നാണ് പിണറായിയുടെ ലക്ഷ്യം. ആ നിലയ്ക്ക് എന്നാ ചെയ്യുന്നത് എനിക്കറിയത്തില്ല, അവരുടെ രാഷ്ട്രീയമൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, ഒത്തിരി ആത്മബന്ധങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ബന്ധമുണ്ട്. എനിക്ക് PM സലാം നല്ല മനുഷ്യനാണ്. മുനീർ സാഹിബായിട്ട് അത്ര ബന്ധമുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനായിട്ട് അത്രമേൽ അടുത്ത ബന്ധമുണ്ട്, അറിയാമോ?